ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. അണുബാധ വൃക്കയിലേക്ക് ബാധിച്ചതാണ് രോഗം മൂർച്ഛിക്കാൻ കാരണമായത്. ശ്വാസകോശ അണുബാധയുള്ളതിനാൽ ഓക്സിജൻ നൽകുന്നത് തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. മാർപ്പാപ്പ സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്നതിന് കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ലോകം മുഴുവനും മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥനയിലാണ്. എന്താണ് നിലവിലെ ആരോഗ്യസ്ഥിതി? ആതിര, വത്തിക്കാനിലെ ജമലി ആശുപത്രിയിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തയല്ല ഈ രാവിലെ നൽകാൻ കഴിയുന്നത്. മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വൃക്കയിലേക്കും ഈ അണുബാധ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും അവസാനമായി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാർപ്പാപ്പയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടെയാണ് മാർപ്പാപ്പ ഇപ്പോഴും ശ്വസിക്കുന്നത്. അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ, സാധാരണഗതിയിലേക്ക് മടങ്ങിയെത്താൻ ഇനിയും ആഴ്ചകൾ എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നത് ഡോക്ടർമാർക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്നുണ്ട്. ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് 2 യൂണിറ്റ് ബ്ലഡ് യൂണിറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ബ്ലഡിൻ്റെ അളവിൽ വലിയ രീതിയിലുള്ള കുറവ്, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിൽ വലിയ രീതിയിലുള്ള കുറവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോഴും ഓക്സിജൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് മാർപ്പാപ്പ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ളത്. ഈ രക്തപരിശോധനയിലാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ട തകരാർ കണ്ടെത്തിയത്. അതാണ് ഡോക്ടർമാർക്കിടയിൽ ചെറിയ രീതിയിലുള്ള ആശങ്കയിൽ പരത്തുന്നത്. എന്നാലും വത്തിക്കാൻ്റെ ഔദ്യോഗികമായ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഇക്കാര്യങ്ങളാണ്. മാർപ്പാപ്പ സാധാരണഗതിയിലേക്ക് എത്താൻ ദിവസങ്ങളെടുക്കും. ഈ ജമലി ആശുപത്രിയിലെ 10ാം നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ റൂമിൽ പരിചരിക്കുന്നവരോടൊപ്പം അദ്ദേഹം കുർബാന അർപ്പിച്ചു എന്നും വത്തിക്കാൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുമ്പോഴും ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 ലോകത്തിൽ തന്നെ ചേർത്ത് പിടിക്കുന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് അവസാനമായി ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും ഒപ്പം തന്നെ തന്നെ ചേർത്ത് നിർത്തുന്ന ലോക ജനതയോടും ഒപ്പം തന്നെ തനിക്ക് വേണ്ടി ചിത്രങ്ങളും കത്തുകളും അയക്കുന്ന കുട്ടികളോടും പ്രത്യേകം നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ട്വീറ്റ്. അപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് ഉക്രൈൻ യുദ്ധത്തിൻ്റെ 2ാം വാർഷിക ദിനമായിരുന്നു ഇന്നലെ. ആ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോകുന്നതിൽ ആശങ്കയുണ്ട്. അതിൽ പെട്ട ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഇന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിലുള്ള ട്വീറ്റും ഇത് തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ പുരോഗതി ഉണ്ടെങ്കിലും പിന്നീട് ഈ അണുബാധ വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്യുകയുമായിരുന്നു. ആതിര, ശരി, വിവരങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോനായിരുന്നു.